ഹായ്, ഞാൻ സുബിൻ VR. ഭൂമി അല്ലെങ്കിൽ വീട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുമാത്രമല്ല, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമി വിൽപ്പന അല്ലെങ്കിൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതിഫലം, അതായത് കൺസിഡറേഷൻ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ബാങ്കിംഗ് ചാനലിലൂടെ മാത്രമാണ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 20,000 രൂപയിൽ കൂടുതൽ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 100% റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ബാങ്കിംഗ് ചാനലിലൂടെ വേണം നടത്താനായിട്ട്. ബാങ്കിംഗ് ചാനൽ എന്ന് പറയുന്നത് ഒന്നുകിൽ DD അല്ലെങ്കിൽ ക്രോസ്ഡ് ചെക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള ഇടപാടിലൂടെ ആയിരിക്കണം അതിന്റെ കൺസിഡറേഷൻ സെറ്റിൽ ചെയ്യാനായിട്ട്. ഇനി അതല്ല, നിങ്ങൾ ഇത് ക്യാഷ് ആയിട്ട് ഇതിന്റെ കൺസിഡറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പെനാൽറ്റി വരുന്നത്? ഈക്വൽ എമൗണ്ട് ആണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പെനാൽറ്റി വരുന്നത്. അതായത് നിങ്ങൾ 50 ലക്ഷം രൂപ കൺസിഡറേഷൻ കാണിച്ചിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ 30 ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ബാങ്കിലൂടെ ഇടപാട് നടത്തുന്നത്. ബാക്കിയുള്ള 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് കൈമാറിയതെങ്കിൽ 20 ലക്ഷം രൂപയും പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക, ഇത്തരം റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന്റെ കൺസിഡറേഷൻ ബാങ്കിംഗ് ചാനലിലൂടെ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പാൻ നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്യുമെന്റിൽ, അതായത് ആധാരത്തിൽ കാണിക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ ലിമിറ്റ് വെച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. അതായത് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാ ഇടപാടുകളിലും ബയ്യറുടെയും സെല്ലറുടെയും പാൻ നമ്പർ കമ്പൽസറിയാണ്. അതുമാത്രമല്ല, 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള എല്ലാ ഇടപാടുകളും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ SFT ഫിൽട്ടർ, അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്നുള്ള ആ ഒരു ട്രാൻസാക്ഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുകയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തുകയും ചെയ്യും. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയാം, അവർ 26 സൈസിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 26 സൈസിൽ മാത്രമല്ല, ഇപ്പോൾ പുതുതായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് AIS-ലും നിങ്ങൾക്ക് നിങ്ങളുടെ 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എത്ര രൂപയ്ക്കാണ്, അത് ആരുമായിട്ടാണ് അതിൽ ഡീൽ നടന്നിരിക്കുന്നത്, എത്രയാണ് അതിന്റെ കൺസിഡറേഷൻ, ഇത്തരം ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിടുക, അല്ലെങ്കിൽ അതിൽ നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, നിങ്ങൾ അതിൽ ബയ്യർ ആണ് എന്നുണ്ടെങ്കിൽ 1% TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് കൺസിഡറേഷൻ സെല്ലർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് 75 ലക്ഷം രൂപയാണ് കൺസിഡറേഷൻ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 രൂപ TDS പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള 74,25,000 രൂപ മാത്രമാണ് ബയ്യർ സെല്ലർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഈ 1%, അതായത് 75,000 രൂപ സെല്ലറുടെ പേരിൽ TDS അടച്ചതിന് ശേഷം ആ ചലാൻ കൂടി നിങ്ങൾ കൈമാറേണ്ടതാണ്. ആ ചലാന്റെ ഡീറ്റെയിൽസ് കൂടി നിങ്ങളുടെ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് ആ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻസ് 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ നോട്ടീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ NRIയുടെ കയ്യിൽ നിന്നാണ് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NRIക്ക് കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ TDS പിടിച്ചതിന് ശേഷം മാത്രമേ കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 20% TDS വരുന്നത്. TDS മാത്രമല്ല, 4% സെസ്സും ഉണ്ടായിരിക്കും. 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സർചാർജ് കൂടി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ NRIയുടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി ബൈ ചെയ്യുകയാണ്, അതിൽ 40 ലക്ഷം രൂപയാണ് അതിന്റെ കൺസിഡറേഷൻ. അങ്ങനെയാണെങ്കിൽ 20.8%, അതായത് 20% TDSും 4% ടാക്സിന് സെസ് അടക്കം 20.8% TDS പിടിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ആ കൺസിഡറേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഈ എക്സാമ്പിളിൽ 40 ലക്ഷം രൂപയാണ് നിങ്ങൾ NRIക്ക് കൊടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8,32,000 രൂപ TDS പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള തുകയാണ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ TDS പിടിക്കാനായിട്ട് ബയ്യർക്ക് ടാൻ നമ്പർ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം NRIs ആയിട്ടുള്ള ഇടപാടുകൾ നടത്തുക. അതുമാത്രമല്ല, TDS പിടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ പലരും ഏതാണോ റിയൽ ആയിട്ടുള്ള വാല്യൂ, ആ ഇടപാട് നടന്ന വാല്യൂ മുഴുവനുമായും ആധാരത്തിൽ കാണിക്കാറില്ല. പലരും ഒരു കുറഞ്ഞ എമൗണ്ട് ആണ് ആധാരത്തിൽ കാണിക്കാറുള്ളത്, ഡോക്യുമെന്റിൽ കാണിക്കാറുള്ളത്. എന്താണ് ഇതിന്റെ കോൺസിക്വൻസസ്? ഒരു സെല്ലറുടെ ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് നിങ്ങൾ ഒരു പ്രോപ്പർട്ടി
വിറ്റ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ 30 ലക്ഷം രൂപ മാത്രമാണ് ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കുന്നതെങ്കിൽ 20 ലക്ഷം രൂപ, ബാക്കി വരുന്ന 20 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സോഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിൽ നിന്ന് എന്തെങ്കിലും ഒരു എൻക്വയറി അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഹ്യൂജ് ടാക്സ് ലയബിലിറ്റി ഈ 20 ലക്ഷം രൂപയ്ക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല മാർഗം നമ്മളുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി പറഞ്ഞതുപോലെ നേർവഴിയാണ് ഏറ്റവും നല്ല കുറുക്ക് വഴി. ഈ 20 ലക്ഷം രൂപ കൂടി നിങ്ങൾ ഡോക്യുമെന്റിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 20 ലക്ഷം രൂപ കൂടി നിങ്ങളുടെ കൺസിഡറേഷൻ ആയിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ടാക്സ് എമൗണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരിക. പക്ഷെ ഒരു സ്ക്രൂട്ടിനിയോ ഇൻവെസ്റ്റിഗേഷനോ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റും പെനാൽറ്റിയും ടാക്സ് അടക്കം വളരെ വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ എമൗണ്ട് നിങ്ങൾ ഡോക്യുമെന്റിൽ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ചെറിയൊരു ടാക്സ് എമൗണ്ട്, ആ കൂടുതലായിട്ട് വരുന്ന ചെറിയ ടാക്സ് ലയബിലിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും അടയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 30 ലക്ഷം രൂപയാണ് ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഒരു സെല്ലർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കൊച്ചു ലാഭത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ ടാക്സ് ലയബിലിറ്റിയിലേക്ക് പോകാതിരിക്കുക. എത്രയാണോ റിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ വാല്യൂ അത് തന്നെ ഡോക്യുമെന്റിൽ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എത്രയാണ് റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത്? നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ആ ലാഭത്തിന്റെ, അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ 20% ടാക്സ് ലയബിലിറ്റി വരുന്നത്. ലോങ് ടൈം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ 2 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ച പ്രോപ്പർട്ടിനെയാണ് ലോങ് ടൈം പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ലാഭം കണക്കാക്കുന്നതിന് ചില സാങ്കേതികമായിട്ടുള്ള കണക്കുകൂട്ടലുകളുണ്ട്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ ലാഭം കണക്കാക്കുന്നത്. ഇനി നിങ്ങൾ 2 വർഷത്തിൽ കുറവാണ് ഈ പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്നത്, അതിനുശേഷമാണ് വിൽക്കുന്നതെങ്കിൽ സാധാരണ ടാക്സ് റേറ്റിൽ, സ്ലാബ് റേറ്റിലാണ് അതിന്റെ ടാക്സ് ലയബിലിറ്റി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? എത്രത്തോളം ടാക്സ് വരും? നിയമപരമായി തന്നെ എങ്ങനെയൊക്കെ ഈ ടാക്സ് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും? ചില ബോണ്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടാക്സ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.